ഹലോ എവ്രി വൺ. സോ എല്ലാവർക്കും സുഖമല്ലേ? സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ സോയാബീൻ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോയാബീൻ റൈസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. സോ കം വിത്ത് മീ ഗൈസ്, ഞാൻ കാണിച്ചു നമുക്ക്. സോ കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മുടെ ചോപ്ഡ് ഓണിയൻസ് ഉണ്ട് ഇവിടെ. ഓണിയൻ സവാള വെട്ടി ഇവിടെ ഉണ്ട്. ടൊമാറ്റോ, തക്കാളി വെട്ടി, പച്ചമുളകും കുറച്ച് മല്ലിയിലയും. നമ്മുടെ സോയാബീൻ മാരിനേറ്റഡ് ആണിത്. ഇതിലെന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സോയാബീൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് മുക്കി അതിനത് പിഴിഞ്ഞിട്ട് നമ്മൾ സോയാബീൻ നമ്മൾ അതിന് മണ്ടയ്ക്ക് തൈര്, റെഡ് ചില്ലി പൗഡർ, ടെർമറിക് ആൻഡ് സോൾട്ട് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് നമ്മൾ ജസ്റ്റ് അതൊന്ന് ചൂടാക്കിയപ്പോൾ അതിന് നമ്മൾ എണ്ണ ഇട്ടു. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ ഇടാം. ഇവിടെ ഹോൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് അതിന് കഴിഞ്ഞ് നമ്മൾ ചോപ്ഡ് ഓണിയൻസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെട്ടി വെച്ച് പച്ചമുളക് അതുകൂടി നമ്മളിതിനെ മണ്ടയ്ക്ക് ഇടുവാണ്. ഓക്കെ, സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്തിനാണ് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ. സോ അങ്ങനെ നമ്മൾ പച്ചമുളകെല്ലാം ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ആൻഡ് പിന്നെ അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓക്കെ, സോ അതിന് കഴിഞ്ഞ് നമ്മൾ അത് സോട്ട് ചെയ്യും, അത് മിക്സ് ചെയ്യും. നമ്മൾ പച്ചമുളകും സവാള നമ്മളത് സോട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് അത് ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. അതാവുന്ന വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. കുറച്ചൊക്കെ സോട്ട് ചെയ്തിങ്ങനെ ഇരിക്കും. ആൻഡ് അതിന് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാൻ ആച്ചി ബ്രാൻഡ്, നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനും എടുക്കാം. സാധാ ബ്രാൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ അതിലിടുവാണ്. ഓക്കെ, സോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മളിടുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് അത് നമ്മളത് സാധാ തവിയോ സ്പൂൺ കൊണ്ട് നമുക്കത് മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. വലിയ പാടൊന്നുമല്ല. എളുപ്പത്തിൽ നമുക്ക് സോയാബീൻ റൈസ് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലൊരു സോയാബീന് ഒരു റൈസ് കൂടെ ഉണ്ടായാൽ മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ഡിഷാണിത്, നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. സോ നമ്മൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് കഴിഞ്ഞ് തക്കാളി ഇടുവാണ്. തക്കാളി ഇടുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് തക്കാളി ഇട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യണം. നൈസായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അതിന് കഴിഞ്ഞ് നമ്മൾ റെഡ് ചില്ലി പൗഡർ, ടെർമറിക്, മഞ്ഞൾ, ചുവന്നമുളക് പൊടിയും ഗരം മസാല, ഈ 3 മസാലകൾ മാത്രം നമ്മളിടുന്നത്. അതിന് കഴിഞ്ഞ് നമ്മുടെ മാരിനേറ്റഡ് സോയാബീൻ അതിൽ നമ്മൾ കുടഞ്ഞിടുന്നുണ്ട്. ഓക്കെ, അതിന് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് സോട്ട് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് സോട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നല്ലോണം അത് മിക്സ് സോട്ട് ചെയ്ത് കഴിഞ്ഞ് നല്ല കളറൊക്കെ വരുന്നുണ്ട് ഗൈസ്. നല്ല സ്മെല്ലൊക്കെ ആയിരുന്നു ഞാൻ കുക്ക് ചെയ്യുമ്പം. സോ അത് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാ മസാല നല്ലപോലെ പിടിക്കുന്ന രീതിയിലും കളർ മാറുന്ന രീതിയിൽ നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം നല്ലപോലെ. ഓക്കെ, അതിന് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് കഴിഞ്ഞ് നമ്മൾ അതിൽ വെള്ളം ഇടും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നല്ലപോലെ മിക്സൊക്കെ ചെയ്യും നമ്മൾ. ഓക്കെ, അതിന് കഴിഞ്ഞ് നമ്മൾ വെള്ളം ഇടുന്ന മുമ്പേ ഒരു പ്രൊസീജിയറും ഉണ്ട്. ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ മല്ലിയില ഇടും, കൊറിയാണ്ടർ ലീവ്സും പറയും. നമ്മൾ മല്ലിയില ഇട്ട് കഴിഞ്ഞ് കുറച്ചുകൂടി ഉപ്പിടണം, നല്ല പാകത്തിനുള്ള ഉപ്പിടണം. ആൻഡ് അതിന് കഴിഞ്ഞ് നമ്മൾ അത് മിക്സ് ചെയ്ത് വെള്ളം ഇട്ട് കഴിഞ്ഞു ഗൈസ്. ആൻഡ് നമ്മൾ വെള്ളം ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് മൂടി വെക്കണം. ഏതിലും ഒരു മൂടി കൊണ്ട് നമ്മളത് മൂടി വെക്കണം. അതിന് വെള്ളമെല്ലാം പറ്റാൻ നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ പറ്റി വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. സോ നമ്മളിപ്പം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നല്ലപോലെ സോയാബീൻ ആയി വരാനായിട്ട്.
സോ ഇതെൻ്റെ ഫൈനൽ ലുക്കാണ്. നമ്മൾ സോയാബീൻ്റെ മണ്ടയ്ക്ക് റൈസ് ഇട്ടു. നമ്മൾ അരി ആദ്യമേ 20 മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വെച്ചു. അത് ഞാൻ പറയാൻ വിട്ടുപോയി. സോ ഫൈനലി ഗൈസ്, അങ്ങനെ എനിക്ക് വയ്യ, നമ്മുടെ സോയാബീൻ റൈസ് റെഡിയാണ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ ആൻഡ് കമൻറ്റ്. അൺടിൽ ദെൻ ബൈ. സോ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് സോയാബീൻ റൈസിൻ്റെ ഞാൻ ഉണ്ടാക്കിയത്. സോ അടുത്ത വീഡിയോയിലേക്ക്